ബി.ജെ.പിയുടെ ആദ്യ രൂപമായ ജനസംഘത്തിന്റെ ദേശീയ സമ്മേളനം 1967 കോഴിക്കോട്ട് നടന്നിട്ടുണ്ട്. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ആ സമ്മേളനത്തിന് അരനൂറ്റാണ്ട് പൂർത്തിയാകുമ്പോഴാണ് കോഴിക്കോട് ബി.ജെ.പി. ദേശീയ കൗൺസിൽ യോഗത്തിന് വേദിയാകുന്നത്. 23 മുതൽ 25 വരെയുള്ള 3 ദിനങ്ങളിലാണ് പാർലമെന്ററി ബോർഡും ദേശീയ കൗൺസിലും ചേരുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി.ജെ.പിയുടെ മുഖ്യമന്ത്രിമാരും ഈ ദിനങ്ങളിൽ കോഴിക്കോടുണ്ടാകും. ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള സംസ്ഥാനമാണ്. അതുകൊണ്ട് കേരളത്തിലെ ബി.ജെ.പിയുടെ രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള അടിത്തറ വിപുലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ധാരാളം കർമ്മ പദ്ധതികൾക്ക് ദേശീയ നേതൃത്വം തന്നെ രൂപം നൽകിയിട്ടുണ്ട്. ഈ നാഷണൽ കൗൺസിൽ സമ്മേളനം അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് കേരളത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. പി.കെ. കൃഷ്ണദാസ്, വി. മുരളീധരൻ എന്നിവരിൽ ഒരാളെ ബി.ജെ.പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാക്കിയുള്ള പ്രഖ്യാപനം പാർട്ടിയുടെ കേരള ഘടകം പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം കാര്യമായിട്ട് പരിശോധിച്ച് ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ദേശീയ കൗൺസിലിന്റെ പശ്ചാത്തലത്തിൽ ബി.ജെ.പിയും പോഷക സംഘടനകളും നിരവധി ജനസമ്പർക്ക പരിപാടികൾ ഇതിനകം നടത്തിക്കഴിഞ്ഞു. നരേന്ദ്രമോദി അടക്കമുള്ളവർ കോഴിക്കോട്ട് തങ്ങുമ്പോൾ ലഭിക്കുന്ന ജനശ്രദ്ധ കേരളത്തിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി. എം. കെ. ഷുക്കൂർ, മീഡിയ 1, കോഴിക്കോട്.